CPI നേതാവ് PK ശശിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും അഭ്യൂഹങ്ങളുമാണ് ഇപ്പോൾ പാലക്കാട്ടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചാ വിഷയമെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം CPMന്റെ മുതിർന്ന നേതാവായിട്ടുള്ള NN കൃഷ്ണദാസ് ചേരുന്നുണ്ട്. സഖാവേ, പാർട്ടി നടപടി നേരിട്ട PK ശശിയെ കൂടെ കൂട്ടാൻ വേണ്ടി കോൺഗ്രസ് വലിയ രീതിയിൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ തന്നെ പറയുന്നത് ജില്ലാ നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഒരു ലാവ ഒഴുകുന്ന കണക്കെ CPM നിന്ന് ആളുകൾ കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ MLA ഉൾപ്പെടെ ഇന്നലെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തത്. അങ്ങനെയൊക്കെ അവർ പ്രചരിപ്പിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഈ ശ്രദ്ധയിലുണ്ടാവും, ഈ അടുത്ത കാലത്ത് സംസ്ഥാനത്താകെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ വിശേഷിച്ചും ഈ ചുരുങ്ങിയ ഒരു 5-6 മാസത്തിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ഡോക്ടർ P. സരിൻ, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഷാനിബ്, ഏറ്റവും അവസാനം കോട്ടായിലെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് മോഹനൻ, ഇവരൊക്കെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നു. നിരവധി പേർ കോൺഗ്രസ് വിട്ട് CPMലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മോഹനൻ കോട്ടായി മണ്ഡലം പ്രസിഡന്റ് ഞങ്ങളുടെ പാർട്ടി ചേരാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അനുയായികളെയും കൂട്ടി വരുമ്പോൾ കോൺഗ്രസിൻ്റെ ആഫീസ് പൂട്ടിയ താക്കോലും കൂടിയായിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, താക്കോലും പാർട്ടി ഓഫീസൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേറെ ആഫീസുകളുണ്ട്, വേറൊരു പാർട്ടിയുടെ ആഫീസ് പിടിച്ചെടുക്കാൻ ഞങ്ങളുടെ പാർട്ടിയുടെ നയമല്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആഫീസും കൂടി ഞങ്ങൾക്ക് തരാനായിരുന്നു മോഹനം വന്നത്. ഇങ്ങനെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് നൂറുകണക്കിന് നേതാക്കന്മാരും പ്രവർത്തകരുമാണ് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം മാറ്റാൻ, അതായത് അവരൊക്കെ കോൺഗ്രസ് പാർട്ടി ആഫീസിൽ ഉപേക്ഷിച്ച് പോയിട്ടുള്ള കതർക്കുപ്പായങ്ങളുണ്ട്, ഞങ്ങളിത് ഉപേക്ഷിക്കാനെന്ന് പറഞ്ഞ് പോയി. അതിലെ ഒരു കുപ്പായവും ഞങ്ങളുടെ പാർട്ടിയിൽ ആർക്കും പാകാവുന്നതല്ല. അതൊക്കെ ഇനി അവർ എന്ത് ചെയ്യണമെന്ന് അവരാലോചിച്ചോട്ടെ. കോൺഗ്രസ് ഉപേക്ഷിച്ച് പോയിട്ടുള്ള അവരുടെ ഖദർക്കുപ്പായങ്ങൾ DCC ആഫീസിൽ കിടക്കുന്നത്. പണ്ടാണെങ്കിൽ വെള്ളപ്പൊക്കക്കാർ വരും, ഇപ്പോൾ അവരും കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിലെ ഒരാൾക്കും ആ കുപ്പായങ്ങളൊന്നും പാകാവില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാളും കോൺഗ്രസ് ചേരില്ല. ഒരു കമ്മ്യൂണിസ്റ്റിന് വലതുപക്ഷം ആവാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആവുന്നത് ഒരു ദിവസം കൊണ്ടല്ല. അതിന് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ദീർഘകാലത്തെ എക്സർസൈസ് ഉണ്ട്, സംഘടനാപരമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള ഉള്ളിൽ ഉറച്ചുപോയ കാഴ്ചപ്പാടുകളുണ്ട്. ഇതൊക്കെ കൂടി ചേരുന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റ്. ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് വലതുപക്ഷത്തേക്ക് പോകാൻ ഒരിക്കലും സാധ്യമല്ല. പാർട്ടിയുടെ ഏത് ഘടകത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആയാലും, കേന്ദ്ര കമ്മിറ്റി മുതൽ ബ്രാഞ്ച് വരെയുള്ള ഘടകങ്ങളിൽ പാർട്ടി കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഏത് ഘടകത്തിൽ നിന്നുള്ളതല്ല പ്രശ്നം, കമ്മ്യൂണിസ്റ്റാണോ എന്നുള്ള പ്രശ്നം. ഒരു കമ്മ്യൂണിസ്റ്റിനെ ഒരിക്കലും വലതുപക്ഷമാവാൻ പറ്റില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാളെയും വലതുപക്ഷത്തേക്ക് കിട്ടാൻ പോകുന്നില്ല. നേരെ മറിച്ച് കോൺഗ്രസ് പാലക്കാട് ജില്ലയിൽ തകർന്ന് തരിപ്പണമായി അതിൻ്റെ ഉയർന്ന നേതാക്കൾ മുഴുവൻ മിക്കവാറും ഞങ്ങളുടെ കൂടെ വരാൻ സന്നദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തെളിവാണ് ഇപ്പോൾ തൃത്താലയിൽ മുതിർന്ന 2 നേതാക്കൾ തമ്മിൽ നടക്കുന്ന വാക്പോര്. അവിടെ വലിയൊരു വിഭാഗം കോൺഗ്രസിനകത്ത് ഈ അന്യായങ്ങളിൽ പ്രതിഷേധിച്ച് ഞങ്ങളുടെ കൂടെ വരാൻ പോവുകയാണ്. അപ്പോൾ കോൺഗ്രസ് പാലക്കാട് ജില്ലയിൽ തകരുകയാണ്. അതിൻ്റെ വിഷമം പരിഹരിക്കാനാണ് ഒരു കുപ്പായമായിട്ട് കോൺഗ്രസ് കതർ കുപ്പായ അവിടെ ഇഷ്ടംപോലെ ഉപേക്ഷിച്ച് പോയി ആർക്കും വേണ്ടാതെ കിടക്കുന്നുണ്ട്. അത് വേണോ എന്ന് ചോദിച്ചിട്ട് അവർ നടക്കുന്നത്. ആ കുപ്പായങ്ങളൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ ആർക്കും പാകാവുന്നതല്ല. പാർട്ടിക്ക് എത്തിക്കാനുള്ള കോൺഗ്രസിൻ്റെ മോഹം അതൊരു മോഹമായി തന്നെ നിൽക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും വലതുപക്ഷത്തേക്ക് പോവില്ല. ഒറ്റ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസിലേക്ക് പോവില്ല. അത് മറ്റൊരു കാര്യം എന്നത്, വിമർശനങ്ങളാണെങ്കിലും പരാതികളാണെങ്കിലും എല്ലാം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണമെന്ന് പറയുമ്പോൾ മണ്ണാർക്കാട് നടക്കുന്നത് കുറച്ചപ്പുറം കടന്ന് കൈകളല്ലേ. അതായത് പാർട്ടി നിലപാടിനെതിരായിട്ട് ഒരു മുതിർന്ന നേതാവ് തന്നെ ഒരു സ്റ്റേജിൽ കയറി, അതും UDF ഭരിക്കുന്ന ഒരു നഗരസഭയുടെ വേദിയിലേക്ക് എത്തി പ്രസംഗിക്കുന്നു. ആ സഖാവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുയായിയാണെന്ന് പറയുന്ന ഒരു വ്യക്തി പാർട്ടി ഓഫീസിലേക്ക് പടക്കം എറിയുന്നു. അതിനുശേഷം ആ നേതാവിനെതിരെ തന്നെ CPMൻ്റെ നേതാക്കൾ, ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം നടത്തുന്നു. ഇതൊക്കെ പാർട്ടിക്ക് വലിയ രീതിയിൽ ക്ഷീണം ചെയ്യുമെന്ന് തോന്നിയിട്ടില്ല? അത് ഞങ്ങളുടെ മുമ്പിൽ ആ പ്രശ്നങ്ങൾ സൂക്ഷ്മമായി ചർച്ചയ്ക്ക് വന്നിട്ടില്ല. തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രദേശത്ത് പാർട്ടിയുടെ അകത്ത് ഒരു പ്രശ്നം ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ട് അപൂർവം ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നം പാർട്ടിയുടെ രീതിയിൽ പാർട്ടിയുടെ അകത്ത് വെച്ചാണ് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നത്. തെരുവിൽ പാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാറില്ല. അത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്തുണ്ടാവുന്ന ഒരു പ്രശ്നവും ഞങ്ങൾ തെരുവിലല്ല പരിഹരിക്കാറുള്ളത്. പാർട്ടിയുടെ രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി പാർട്ടിയുടെ ശരിവെച്ച്, പാർട്ടിക്ക് ശരിയുണ്ട് എല്ലാ കാര്യത്തിലും, ആ പാർട്ടി ശരിവെച്ച് പാർട്ടി തെറ്റായി കണ്ട് പാർട്ടി തീരുമാനങ്ങളെടുത്ത് പാർട്ടിയുടെ അകത്താണ് പരിഹരിക്കുക. തെരുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രശ്നം പരിഹരിക്കാറില്ല. അത് ഞങ്ങൾ പരിശോധിക്കാം കാര്യങ്ങൾ മുഴുവൻ.
അതായത് ഇപ്പോൾ PMR ഷോ ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയത്, ഇന്നലെ പ്രതിഷേധത്തിനിടയിൽ PK ശശിന് അനുയായിയാണ് ഈ പടക്കം എറിഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടന്നത്. അതിനിടയിൽ പറഞ്ഞത് ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ അത് എത്ര വലിയ നേതാവായാലും ജനാധിപത്യപരമായിട്ടുള്ള മറുപടി ആയിരിക്കില്ല, വൈകാരികമായിട്ട് അതിന് മറുപടി നൽകും, പാർട്ടി ഓഫീസ് ഞങ്ങളുടെ വൈകാരികതയാണ് എന്ന രീതിയിലുള്ളൊരു മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്നും എല്ലാം കൂടി ചേർത്താണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയിൽ ഒരു പ്രശ്നം തെരുവിൽ വെച്ചല്ല പരിഹരിക്കുക, പാർട്ടിയുടെ അകത്താണ് പരിഹരിക്കുക. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ സൂക്ഷ്മമായി പാർട്ടിയുടെ അകത്ത് വെച്ച് പരിശോധിച്ച് ഏത് കാര്യത്തിലും പാർട്ടിക്ക് ശരിയുണ്ട്, പാർട്ടിക്ക് തെറ്റുണ്ട്, ആ പാർട്ടി ശരിയിൽ പാർട്ടി തെറ്റിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കും. പാർട്ടിയുടെ അകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നവും തെരുവിലല്ല ഞങ്ങൾ പരിഹരിക്കാറുള്ളത്, പാർട്ടിയുടെ അകത്താണ് പരിഹരിക്കാറുള്ളത്. അതിനുള്ള കഴിവ് പാർട്ടിക്കുണ്ട്. അത് ഞങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. ഒരു MP-യുടെ, അതായത് VK ശ്രീകണ്ഠൻ MP-യുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് പുള്ളി പറയുന്നത് CPM-ന് വേണ്ടാത്തവരും CPM-നെ വേണ്ടാത്തവരുമായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. PK ശശിയെ ക്ഷണിച്ചുകൊണ്ട് പറയുന്ന മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞൊരു കാര്യമാണ്, CPM-ന് വേണ്ടാത്തവർ നമ്മുടെ രാജ്യത്തിലെ കോർപ്പറേറ്റ് മുതലാളിമാർ, സാമൂഹ്യ വിരുദ്ധർ, കൊള്ളക്കാർ, അവരൊക്കെയാണ് CPM-ന് വേണ്ടാത്തവർ. അവരെ കോൺഗ്രസ് എടുത്തോട്ടെ. കമ്മ്യൂണിസ്റ്റുകാരെ ഒരാളും കോൺഗ്രസ്സിലേക്കോ വലതുപക്ഷത്തേക്കോ പോവില്ല. CPM-ന് വേണ്ടാത്ത ഇവരൊക്കെയാണ് വലിയ ഫ്യൂഡൽ മുതലാളിമാർ, വലിയ കോർപ്പറേറ്റ് മുതലാളിമാർ, പിന്നെ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നവർ, കൊള്ളക്കാർ, ആൻറ്റി സോഷ്യൽസ്, അതായത് സമൂഹം വെറുക്കുന്നവർ, അവർ മാത്രമേ CPM-ന് വേണ്ടാത്തവരായിട്ടുള്ളൂ. അവരെയൊക്കെ കോൺഗ്രസ് എടുത്തോട്ടെ. സാധാരണ മനുഷ്യർ മുഴുവൻ CPM-ന് വേണ്ടപ്പെട്ടവരാണ്. സാധാരണ എല്ലാ മനുഷ്യരും CPM-ൻ്റെ സ്വന്തക്കാരാണ്, CPM-ന് വേണ്ടപ്പെട്ടവരാണ്. അവരാരും CPM വിട്ട് വലതുപക്ഷത്തേക്ക് പോവില്ല. PK ശശിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പാലക്കാട്ടെ രാഷ്ട്രീയ ചർച്ചകളിലും പ്രതികരിക്കുകയായിരുന്നു CPM-ന്റെ മുതിർന്ന നേതാവായിട്ടുള്ള NN കൃഷ്ണദാസ്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.